കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെയാണ് വി.എസ്. അച്യുതാനന്ദന്റെ ആത്മാവും മനസാക്ഷിയും. ധർമ്മടത്ത് പിണറായി വിജയന്റെ പോലും ജയം സംശയമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോലും പരാജയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. കൊലപാതകം ചെയ്തവരെ പോലും മാറ്റി നിർത്തി മറ്റൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യാൻ നിലവിൽ CPM-ന്റെ അകത്ത് ആളുകളില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ജനാധിപത്യ ബോധം ഇനിയും അവശേഷിക്കുന്ന മനുഷ്യരൊക്കെ കോൺഗ്രസിലേക്കും UDFക്കും ചേക്കേറുന്ന കാഴ്ചയാണ് ഞങ്ങൾ വിസ്മയം എന്ന് പറയുന്നത്. 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിൽ അസംതൃപ്തരായ മനുഷ്യർ ഉണ്ടെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി വരാൻ ധൈര്യം കാണിക്കുന്ന ആളുകളല്ലേ. അത്രത്തോളം CPM-കാരനായി വർഷങ്ങളോളം ജീവിച്ച ആളുകൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ അതൊരു നേട്ടം എന്നതിനേക്കാളുപരി CPM-ന്റെ വലിയ പരാജയമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സർക്കാരിന് തുടർ ഭരണം കിട്ടില്ല. അതിരൂക്ഷമായിട്ടുള്ള ജനവിധി ഏറ്റുവാങ്ങാനിരിക്കുന്ന സർക്കാർ പിണറായി വിജയൻ സർക്കാർ. കൊല്ലാനും കൊല്ലപ്പെടാനും മാത്രം നടക്കുന്ന ഒരു സംഘം ഉള്ളത് കൊണ്ട് മാത്രം ചില സീറ്റുകൾ ഇവർ ജയിക്കുന്ന, അല്ലെങ്കിൽ ഇവർ കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല. കോൺഗ്രസിന്റെ വിസ്മയം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നത്തെ ദിവസം വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസങ്ങളിലായി സജീവമായി വരുന്ന വാർത്തയാണ് പ്രേംകുമാർ ഇത്തരത്തിൽ അദ്ദേഹം വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അത് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ CPM-ൽ നിന്ന് വരുന്ന ഓരോ വ്യക്തികളും അത്രത്തോളം CPM-കാരനായി വർഷങ്ങളോളം ജീവിച്ച ആളുകൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ അതൊരു നേട്ടം എന്നതിനേക്കാളുപരി CPM-ന്റെ വലിയ പരാജയമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നു അല്ലെങ്കിൽ UDF കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം UDFനോട് ചേരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ട്രെൻഡാണ്. അതിന്റെ വിസ്മയം എന്ന് തന്നെ പറയണം. കാരണം 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിൽ അസംതൃപ്തരായ മനുഷ്യർ ഉണ്ടെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി വരാൻ ധൈര്യം കാണിക്കുന്ന ആളുകളല്ലേ അവർ. ഇപ്പോഴും ഇവർ പറയുന്നത് ഇവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്താണെന്നൊക്കെയാണ് MV ഗോവിന്ദനൊക്കെ പറയുന്നത്. അപ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന പ്രേംകുമാറിനെ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വരുന്നത്. V.S. അച്യുതാനന്ദൻ്റെ നിഴലായിട്ട് 15 കൊല്ലക്കാലം ഉണ്ടായിരുന്ന സുരേഷ് കുമാർ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിസ്മയം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് V.S. അച്യുതാനന്ദൻ്റെ ആത്മാവും മനസാക്ഷിയും. തീർച്ചയായിട്ടും. കാരണം TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട് കിടന്നപ്പോൾ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് പോലും TPയുടെ വീട്ടിൽ പോയി രമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന V.S. അച്യുതാനന്ദൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രാഷ്ട്രീയമായിട്ട് V.S. അച്യുതാനന്ദനോട് വിയോജിപ്പുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ V.S. അച്യുതാനന്ദൻ എന്ന പിതാവിൻ്റെ പൊട്ടിക്കരച്ചിലാണ് നമ്മൾ അന്ന് കണ്ടത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ മനുഷ്യൻ്റെ മനസാക്ഷിയായിട്ട് 15 കൊല്ലക്കാലം ഉണ്ടായിരുന്ന സുരേഷ് കുമാർ ഇന്ന് കോൺഗ്രസിനോടൊപ്പം. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നത് V.S. അച്യുതാനന്ദൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസാക്ഷിയും ആത്മാവും UDFനോടൊപ്പം. ഒരു കാരണവശാലും ഈ സർക്കാരിന് തുടർ ഭരണം കിട്ടില്ല. കോൺഗ്രസ് കാണുന്ന വിസ്മയങ്ങൾ ഇതാണ്. കോൺഗ്രസ് കാണുന്ന വിസ്മയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പാടെ UDFലേക്ക് വരികയോ കോൺഗ്രസിലേക്കോ അതൊന്നുമല്ല. വ്യക്തികൾ, സിവിൽ സൊസൈറ്റികൾ, ജനാധിപത്യ ബോധം ഇനിയും അവശേഷിക്കുന്ന മനുഷ്യരൊക്കെ കോൺഗ്രസിലേക്കും UDFക്കും ചേക്കേറുന്ന കാഴ്ചയാണ് ഞങ്ങൾ വിസ്മയം എന്ന് പറയുന്നത്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 140 മണ്ഡലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതായത് LDF മുന്നണിക്ക് തന്നെ 140 മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള ആളുകളെ, അല്ലെങ്കിൽ ജയസാധ്യത വേണ്ട സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. പലപ്പോഴുമായി പറയുന്നത് പോലെ പയ്യന്നൂരിൽ ടി മധുസൂദനെതിരെ വലിയൊരു ഈ പറയുന്ന ആക്ഷേപം ഉന്നയിച്ചിട്ട് പോലും അയാളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. അതുപോലെ തന്നെ നമ്മൾ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതായത് കൊലപാതകം ചെയ്തവരെ പോലും മാറ്റി നിർത്തി മറ്റൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യാൻ നിലവിൽ CPM-ന്റെ അകത്ത് ആളുകളില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇടതു നിരീക്ഷകനുമായി സംസാരിച്ചപ്പോൾ, ഇടതു നിരീക്ഷകനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പറയുന്ന CPM-ന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആരും തന്നെയും വിജയിക്കില്ല, എല്ലാവർക്കും തോൽവി ഏറ്റുവാങ്ങേണ്ടി, അതിപ്പോൾ എത്ര വലിയ കൊടികുത്തിവാണ നേതാവാണെങ്കിലും തോൽവി സുനിശ്ചിതമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിരീക്ഷണം. അതാണ് നമ്മൾ വിചാരിക്കില്ലേ ഈ സീറ്റുകൾ CPM-ന്റെ കോട്ടയാണ്, അവിടെ CPM മാത്രമേ ജയിക്കുകയുള്ളൂ എന്നൊക്കെ. ഞാൻ വെറുതെ ഒരു കമ്പത്തിന് പറയുന്നല്ല. ധർമ്മടത്ത് പിണറായി വിജയന്റെ പോലും ജയം സംശയമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോലും പരാജയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ വലിയ അസംതൃപ്തിയില്ല. ജനാധിപത്യ ബോധം അവശേഷിക്കുന്ന മനുഷ്യർ, തീർച്ചയായിട്ടും അത്തരം അവശേഷിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ പ്രസ്താവന, സാറാ ജോസഫിൻ്റെ പ്രസ്താവന, MN കാരശ്ശേരിയുടെ പ്രസ്താവന, ഇവരൊക്കെ ഞങ്ങളെയും വിമർശിക്കുന്നവരാണ്.
അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഇവരെ ആരെയും നമ്മൾ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യില്ല. അവർ വിമർശിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് ഒരു മടിയില്ല. പക്ഷേ അവർ ഈ സർക്കാരിനെ വിമർശിക്കുമ്പോൾ അവരെന്തോ മോശപ്പെട്ട ആളുകളാക്കപ്പെടുക. പ്രേംകുമാറിനെതിരെ ആക്ഷേപം തുടങ്ങിക്കഴിഞ്ഞു. പ്രേംകുമാറൊക്കെ കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളായിരുന്നിട്ട് പോലും, KSUവിൽ മത്സരിച്ചിരുന്ന ആളായിട്ട് പോലും അദ്ദേഹം ഒരു ഇടത് ചിന്താഗതിക്കാരനായി മാറുകയും അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം നിലനിൽക്കുകയും ഇടത് സഹയാത്രികനായിട്ട് പതിറ്റാണ്ടുകളോളം നിലനിൽക്കുകയൊക്കെ ചെയ്ത ഒരാൾ. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് വിട പറഞ്ഞ് കോൺഗ്രസിലേക്ക് വരുന്നൊരു സാഹചര്യം വരികയാണ്, UDFിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടു ഈ പാർട്ടി. അതുകൊണ്ട് ആ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയവരെ പിന്തുണയ്ക്കുകയും അതിനെതിരെ ചോദ്യം ഉയർത്തിയ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ട് ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളി കടത്തിയവരെ സംരക്ഷിക്കുകയും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ കൊള്ളയടിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രക്തസാക്ഷി കുടുംബത്തിൻ്റെ വിനോദ് അല്ലെ, വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദ് അടക്കമുള്ളവർ കോൺഗ്രസിൽ ചേരുകയാണ്. നമ്മളൊന്ന് ആലോചിക്കും, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും നടന്ന മനുഷ്യർ, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് മരണം ഏറ്റുവാങ്ങിയ മനുഷ്യർ, രക്തസാക്ഷികൾ, അവരുടെ കുടുംബാംഗങ്ങൾ പോലും ഈ പാർട്ടിയിൽ നിന്ന് സങ്കടത്തോടെ പടിയിറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി രക്തസാക്ഷികളെ കൊള്ളയടിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ഉദാഹരണമുണ്ട്. കണ്ണൂർ മറ്റൊരു ഇത് കേട്ടിട്ടുണ്ട്, ഒരാളെ ഇവർ തന്നെ കൊന്നു കളഞ്ഞിട്ട് ഇവർ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതും നടക്കും. ഇപ്പം നവീൻ ബാബു എങ്ങനെയാണ് മരണപ്പെട്ടത്? അയാൾ എന്തിനാ മരണപ്പെട്ടത്? അയാളെ കൊന്നതാരാണ്? ഇപ്പോഴും ആ ചർച്ചയ്ക്കൊന്നും ഉത്തരവില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഈ സർക്കാരിനെതിരാണ്. അവർ ചിലപ്പോൾ മിണ്ടാതിരിക്കാം. അവർ പലതരത്തിലുള്ള ഭയം ഉണ്ടല്ലോ, പെൻഷനും ഗ്രാറ്റുവിറ്റിയും അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളുള്ളത് കൊണ്ട് അവരും പലരും മിണ്ടുന്നുണ്ടാവില്ല. പക്ഷേ അതിരൂക്ഷമായിട്ടുള്ള ജനവിധി ഏറ്റുവാങ്ങാനിരിക്കുന്ന സർക്കാർ പിണറായി വിജയൻ സർക്കാർ. എനിക്ക് തോന്നുന്നു കൃത്യമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നല്ല ഒരു സ്വയമേ ഒരു ബുദ്ധി എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഭാഗം സേഫ് ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മാറി നിൽക്കുന്നു. ഇനി ബാക്കി ഈ ഒരു കുറച്ച് നാളുകൂടി സഹിച്ചാൽ മതിയല്ലോ. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി അബ്ദുൾ റബ്ബ് കോമാളി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം കോമാളി ആയി പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ CPMന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തെ ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ ചിലപ്പോൾ ന്യായീകരിക്കാനുള്ള പോയിന്റുകൾ കിട്ടി എന്ന് വരില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്വയം കോമാളിയാകുന്നത്. അല്ല, അത് ഞാൻ അദ്ദേഹത്തെ കോമാളി എന്നൊന്നും വിളിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കോമാളി ആകാൻ തയ്യാറായ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്യുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, അല്പം ആത്മാർത്ഥത ഈ പാർട്ടിയോടുണ്ടെങ്കിൽ, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇന്നും കോൺഗ്രസ്സുകാരെയും UDFകാരെയും തല്ലാനും കൊല്ലാനും നടക്കുന്ന പ്രവർത്തകർ, ആ പ്രവർത്തകരോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ രാജിവെച്ച് മാറി നിൽക്കണം. എന്നിട്ട് 2 വാക്ക് ഒച്ചയിൽ കരയണം. കാരണം ഈ സ്ഥാനത്തിരുന്നിട്ട് പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് എത്ര കാലം ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കാൻ പറ്റും? അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന്. എന്താ മത്സരിക്കാത്തേ? മത്സരിക്കണമെന്ന് ഞാൻ പറയണേ. 9.5 കൊല്ലം കേരളത്തിൽ ഇതുപോലെ വികസനം ഉണ്ടാക്കിയ സർക്കാർ, ആ സർക്കാരിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കാതെ മാറിയിക്കല്ലേ എന്ന്? മത്സരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കോട്ടയാന്ന് ഇവർ അവകാശപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? എതിർത്ത് നോമിനേഷൻ കൊടുത്താൽ ആളുകളെ തല്ലുന്ന സ്ഥലം, ബൂത്ത് കയ്യേറുന്ന സ്ഥലം, കള്ളവോട്ട് ചെയ്യുന്ന സ്ഥലം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന സ്ഥലം, എതിർത്ത് സംസാരിക്കുന്നവരുടെ, ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചവരുടെ ബൈക്ക് കത്തിച്ച് കളഞ്ഞു. ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നതാ. എതിർത്ത് സംസാരിച്ച TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അരിയിൽ ഷുക്കൂറിനെ, ഷുഹൈബിനെ, കൃപേഷിനെ, ശരത്ലാലിനെ, അങ്ങനെ 100 കണക്കിന് ആളുകളെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഇവർ പറയും ഇവരുടെയും കുറേ ആളുകൾ മരിച്ചിട്ടില്ലെന്ന്. കൊല്ലാനും കൊല്ലപ്പെടാനും മാത്രം നടക്കുന്ന ഒരു സംഘമുള്ളത് കൊണ്ട് മാത്രം ചില സീറ്റുകൾ ഇവർ ജയിക്കുന്ന, അല്ലെങ്കിൽ ഇവർ കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല. ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു, ധർമ്മടത്ത് പിണറായി വിജയൻ തോക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇറങ്ങി വോട്ട് പിടിച്ചിട്ട് പോലും നിസാര വോട്ടിന് ആ വാർഡൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആ ബൂത്തിൽ, പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തിൽ കോൺഗ്രസിൻ്റെ K സുധാകരന് 10-22 വോട്ട് കൂടുതലാണ് കിട്ടിയത്. അപ്പം ഇവരുടെ അയൽക്കാർ പോലും ഇവർക്കെതിരാണ്. പക്ഷെ ആരും പറയില്ല, ജീവിക്കണമല്ലോ മനുഷ്യന്. അതുകൊണ്ട് ജീവനി കൊതിയുള്ളതുകൊണ്ട് ആരും പറയില്ല. പക്ഷേ ഈ സർക്കാർ വലിയ പരാജയം ഏറ്റുവാങ്ങും. ബംഗാളിൽ 33 കൊല്ലം ഭരിച്ചപ്പോൾ ഇവർ വിചാരിച്ച ഇവരെ കോട്ട കെട്ടി സംരക്ഷിച്ചു എന്നാണ്. എന്താ സംഭവിച്ചത്? വെറുതെ തോറ്റുപോയി. അന്ന് തോറ്റപ്പോൾ അവിടെ നിന്ന് നാട് വിട്ട ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെയാണ് MV ഗോവിന്ദൻ മാഷിൻ്റെ ജാഥയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ ഈ കണ്ണൂർ വന്നു നിന്നത്. അന്ന് അവിടെ നിന്ന് നാട് വിട്ടവരാ. പിന്നെ ഒന്ന് ഉറച്ച് മുദ്രാവാക്യം വിളിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ അവർ പോലും ആലോചിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ബംഗാളിൽ പോയി ഇത് വിളിക്കാൻ പറ്റാത്തതെന്ന്. ത്രിപുരയിൽ പണ്ട് മുദ്രാവാക്യം വിളിച്ച ആളുകളൊക്കെ ഇപ്പോൾ BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക. നമ്മൾ വിചാരിക്കില്ലേ കോട്ടകളൊന്നും പൊളിയില്ലെന്ന്? കോട്ടയൊക്കെ പൊളിയും.
CR മഹേഷ് 29,000 വോട്ടിനാണ് കരുനാഗപ്പള്ളി ജയിച്ചത്. കോട്ടയൊക്കെ പൊളിയും, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കും MP ഗോവിന്ദൻ മാറിയത്. ഞാൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിപ്പിക്കേണ്ട CPMന്റെ സ്ഥാനാർത്ഥിയുടെ പേര് വീണ തൈക്കണ്ടില്ല. കാരണം ഈ പാർട്ടിയുടെ അടിത്തറ ഇളകിയിട്ട് പോലും അവർ വാങ്ങിയ മാസപ്പടി എന്ത് പണി ചെയ്തിട്ടാന്ന് ഇതുവരെ പുറത്തു പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പാർട്ടി തകർന്നാൽ പോലും അവരെ സംരക്ഷിക്കുമെന്ന് തീരുമാനിച്ച പാർട്ടി ഈ പാർട്ടിയുടെ പ്രചരണ മുഖമായിട്ട് വീണ തൈക്കണ്ടിലിനെ കൊണ്ട് പ്രചരണം നടത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കണം. എന്നിട്ട് ഒരു സീറ്റിൽ മത്സരിപ്പിക്കണം. പറയാലോ എത്രത്തോളം അടിത്തറയുണ്ടെന്ന്.